നമസ്കാരം. ഇന്ത്യയിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാവാൻ 10 വർഷമൊന്നും കാത്തിരിക്കേണ്ടതില്ലെന്നും അതിനു മുമ്പ് തന്നെ അതിന്റെ ശവമടക്ക് കഴിയുമെന്നുമാണ് CPMന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ തുറന്നടിക്കുന്നത്. CPMന്റെ അടിത്തറ ഇളക്കിയത് നമ്മളൊക്കെ കരുതുന്നത് പോലെ പിണറായി വിജയൻ അല്ല. പിണറായിയെ തിരുത്താൻ ധൈര്യം കാണിക്കാത്ത കേന്ദ്ര നേതൃത്വമാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പഴയകാല കഥകൾ പുതിയ കാലത്തെ സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ജി ശക്തിധരൻ. തെറ്റുതിരുത്തലിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ശക്തിധരൻ കാതലായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത്. മുതലാളിത്ത ആശയങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാൻ കഴിയാതെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലാതാവുമെന്നും അതാണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്നും ശക്തിധരൻ നിരീക്ഷിക്കുന്നു. ഉത്തമ കമ്മ്യൂണിസ്റ്റായ സ്വന്തം സഹപ്രവർത്തകനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വാടക കൊലയാളികളെ കൊണ്ട് അതിക്രൂരമായി 51 വെട്ടുവെട്ടി പാർട്ടിയുടെ തലപ്പത്തുള്ള ഒരാൾ കശാപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അതിനെതിരെ ഒരു നടപടിയും എടുക്കാതിരുന്നത് എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ഹൃദയമില്ലാത്ത കരിങ്കൽ കഷ്ണമാണോ അയാൾ കൊണ്ടു നടക്കുന്ന ഹൃദയം എന്നും ശക്തിധരൻ ചോദിക്കുകയാണ്. നീതിപീഠം കൊലയാളികളെ കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ട് മനുഷ്യക്കോലത്തിൽ കെട്ടിയൊരുങ്ങി നടക്കുന്ന കാരാട്ടോ PB അംഗമായ ഭാര്യയോ ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ചെയ്തോ ശക്തിധരൻ ചോദിക്കുകയാണ്. കുലംകുത്തിയെങ്കിൽ കൊല്ലാമെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ജനറൽ സെക്രട്ടറി എന്ന് അഹങ്കരിച്ച് നടക്കുന്നവന്റെ വായിലെന്താ പഴമായിരുന്നു എന്ന് ശക്തിധരൻ രോഷത്തോടെ ചോദിക്കുന്നു. ഇവനെല്ലാം ആരാണ് മാർക്സിസം പഠിപ്പിച്ചത് എന്നുകൂടി ശക്തിധരൻ പരിഹസിക്കുകയാണ്. പണവും ജീവിത സുഖങ്ങളും വിമാന ടിക്കറ്റും കിട്ടിയാൽ എന്ത് അധമ പ്രവർത്തനത്തിനും ക്യൂ നിൽക്കുമെന്നതല്ലേ സത്യം? ഹൃദയം എന്നൊന്ന് എവിടെയാണ് ഇയാൾക്ക് ഇരിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയപ്പോ എന്തേ ഈ പിശാചുകൾക്കൊന്നും പശ്ചാത്താപം ഉണ്ടായില്ല? 12 വർഷമായിട്ടും ഒരിക്കലെങ്കിലും പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും തെറ്റ് തിരുത്തണമെന്ന് ഇയാൾക്ക് തോന്നിയില്ലല്ലോ. എന്ത് മാർക്സിസമാണ് പ്രകാശ് കാരാട്ട് കൊണ്ടു നടക്കുന്നത്? ഏത് കാലത്താണ് ഈ പാപം ഇറക്കി വെക്കുന്നത് ഇയാൾ? അരുതാത്തതിന് കൂട്ടുനിന്നവരാണ് താൻ എന്ന കുറ്റബോധം ഒരു രാത്രിയെങ്കിലും ഉറക്കം കെടുത്തിയിട്ടുണ്ടോ കാരാട്ടെ? ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഇവിടുത്തെ ജനങ്ങൾ കടകുഴുക്കി എറിഞ്ഞ് രോഷം തീർത്തിട്ടും ഒരു വാക്ക് തെറ്റേറ്റു പറയാൻ മനസാക്ഷിയില്ലാത്ത കരിങ്കൽ ഹൃദയമേ, നിന്റെ കൈകൾ കൊണ്ട് തന്നെ ഈ കെട്ട തത്വശാസ്ത്രം ജനങ്ങൾ തിരോഭവിപ്പിക്കും എന്നുകൂടി ശക്തിധരൻ പറയുന്നു. അതിൽ നിറയെ ചോരക്കറയാണ്. ഇവിടെ ഇനി ഇത് വേണ്ട. ഈ നൃശംസന്മാരുടെ തത്വശാസ്ത്രം ഇവിടെ കുഴിച്ചു മൂടണമെന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പറയാതെ പറയും. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വാക്കുകളിൽ അവർ സൂചനകൾ നൽകും. അവരെല്ലാം ഓർക്കും അവരുടെ പ്രിയപ്പെട്ട TPയെ. മലയാള മാധ്യമങ്ങൾ ഇന്നു മുതൽ സംഭ്രമജനകമായ രാഷ്ട്രീയ കഥയെഴുത്ത് ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുമെന്ന് കൂടി ശക്തിധരൻ പറയുന്നു. അഭ്യൂഹങ്ങളുടെ മലവള പാച്ചിലായിരിക്കും ചാനലുകളിലെല്ലാം. മന്ത്രിസഭയെയും പാർട്ടിയെയും കൈവളയിൽ വെച്ച് അവർ അമ്മാനമാടും. ഇതിന്റെ രൂപരേഖ ഡൽഹിയിൽ ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കണ്ണുകളും ഡൽഹിയിലാണ്. കേരളത്തിലെ പാർട്ടിയുടെ ഭാവി എന്താണ് എന്നറിയാനുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾ AKG ഭവനിൽ സൃഷ്ടിക്കാൻ പോകുന്ന നാടകീയ മുഹൂർത്തങ്ങൾ കണ്ണോടിച്ചാൽ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കാണില്ല. 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം ഉണ്ടാകുമോ എന്ന ചോദ്യം ഞാൻ ഉറപ്പായി പറയുന്നു. അതിനെത്രയോ മുമ്പ് അതിന്റെ ശവമടക്ക് കഴിയും ശക്തിധരൻ പറയുകയാണ്. എന്നിട്ട് അതിന്റെ കാര്യം കൂടി ശക്തിധരൻ പറയുന്നു. സോവിയറ്റ് യൂണിയനിലെ ഇന്നത്തെ അവസ്ഥ 90കളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? അതേപോലെ തന്നെ നമുക്കും പറയാം, ബംഗാളിൽ, ത്രിപുരയിൽ ഇന്ന് സംഭവിച്ച പോലുള്ള കാര്യങ്ങൾ അരങ്ങേറുമെന്ന് ഏതാണ്ട് 10-20 വർഷം മുമ്പ് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? പക്ഷെ സംഭവിച്ചു. അത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് ദീർഘദർശനം ചെയ്യുകയാണ് ശക്തിധരൻ. കാരണം ഇത് ശക്തിധരന് മാത്രമേ പറയാൻ കഴിയൂ. ഞാൻ മുമ്പ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ശക്തിധരന്റെ ഈ പോസ്റ്റ് ഓരോന്നും ശ്രദ്ധിക്കുകയും അത് നിങ്ങളുമായി പങ്കിടുകയും ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ ശക്തിധരനല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ടാണ് പ്രകാശ് കാരാട്ടിനെ, യെച്ചൂരിയെ ഒക്കെ ഈ രീതിയിൽ
തുറന്ന് വിമർശിക്കാൻ പിന്നെ കേരളത്തിൽ ആരാണുള്ളത്? അതേസമയം കോൺഗ്രസിനെ പറ്റി ശക്തിധരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ ആശയങ്ങളൊക്കെ ശോഷിച്ചുവെങ്കിലും അത് ഇന്ത്യയിൽ തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അതിന്റെ വേരുകളിൽ ജനാധിപത്യത്തിന്റെ നനവുണ്ട്. അതുകൊണ്ടാണ് പുതിയ തലമുറ അതിനോട് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തിധരന്റെ ഈ നിരീക്ഷണം യഥാർത്ഥത്തില് വളരെ കൗതുകകരമാണ്. കൗതുകമല്ല, നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. കോൺഗ്രസിനെ കുറിച്ച് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും ഇങ്ങനെ കോൺഗ്രസിനെ പറ്റി നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം കോൺഗ്രസിന്റെ വേരുകളിൽ ജനാധിപത്യത്തിന്റെ മാനവികതയുടെ നനവുണ്ട്. അതുകൊണ്ടാണ് പുതിയ തലമുറ അതിനെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കപ്പെടുന്നത് എന്ന് പറയുന്ന നിരീക്ഷണം ഉണ്ടല്ലോ. സഖാക്കൾ കണ്ടു പഠിക്കണം ഇത്. എന്തുകൊണ്ട് CPM ഇവിടെ കുറ്റിയേറ്റ് പോകുന്നു എന്നും എന്തുകൊണ്ട് കോൺഗ്രസ് എന്തൊക്കെ നെറികേടുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് കുറ്റിയേറ്റ് പോകില്ല എന്നുള്ളത് അതിന്റെ വേരുകളിലെ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ, ഈ പറയുന്ന മനുഷ്യത്വത്തിന്റെ, ഈ പറയുന്ന സ്നേഹത്തിന്റെ, ഈ പറയുന്ന കരുതലിന്റെ ഒക്കെ നനവുള്ളത് കൊണ്ടാണ്. ശക്തിധരൻ പറയുന്ന ഈ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിൽ എക്കാലവും സൂക്ഷിച്ചു വെക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അതേസമയം ഏകാധിപത്യം മുറുകെ പിടിക്കുന്ന കമ്മ്യൂണിസം കൂടുതൽ ശുഷ്കിച്ചു വരികയാണ്. കമ്മ്യൂണിസത്തിന്റെ ഇരുണ്ട വശം പല ചിന്തകന്മാരും, പല ശാസ്ത്രജ്ഞന്മാരും, പല ദിഷണാശാലികളും ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും സമൂഹം അതൊന്നും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പിന്നീടാണ് സൈബീരിയകളും നന്ദിഗ്രാമുകളും സിംഗ്രൂരുകളും ഒക്കെ ഒരു മഹാവിസ്ഫോടനം പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് എവിടെയോ എന്തോ കാര്യമായ തകരാറുകൾ ഉണ്ടെന്ന് നമുക്കൊക്കെ ബോധ്യമാകുന്നത്. ശക്തിധരന്റെ ഈ പൊള്ളിക്കുന്ന വാക്കുകൾ അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെയാണ്. CPM-നെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾക്കായി അവരുടെ പോരാട്ട വീര്യത്തോടൊപ്പം ചേർത്ത് വെക്കാൻ ഇനിയും നമുക്ക് ഈ വാക്കുകൾ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം പിണറായിക്കൊപ്പം അവസാനിക്കാനുള്ളതല്ല ഈ മഹത്തായ പാർട്ടി. നമുക്ക് രക്ഷപ്പെടുത്തിയേ തീരൂ. ശക്തിധരൻ നിരാശ കൊണ്ട് പറയുകയാണ് 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഈ പാർട്ടിയുടെ ശവമടക്ക് നടത്തേണ്ടി വരുമെന്ന്. പക്ഷേ അതിനനുവദിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നല്ല സഖാക്കളോട്, പിണറായിയുടെ അടിമകളല്ലാത്ത സഖാക്കളോട് പറയാനുള്ളത്. കാരണം ശക്തിധരന്റെ ഈ പോസ്റ്റ് വീണ്ടും പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കിടാൻ, പാർട്ടിക്കുള്ളിലെ ഇത്തരത്തിലുള്ള തെറ്റുകളെക്കുറിച്ച്, അരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് കാഴ്ച കണ്ട ആളാണ് ശക്തിധരൻ. അതുകൊണ്ടാണ് ശക്തിധരൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ശക്തിധരനെ വെറുതെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളെന്നൊക്കെ പിണറായി ഭക്തന്മാര് ശക്തിധരനെ കല്ലെറിയാറുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തിധരൻ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് വീണ്ടും പറയുന്നത് പാർട്ടിയിലെ നല്ല സഖാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം ഇത്രമാത്രം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, നന്ദി, നമസ്കാരം.